പ്രതിസന്ധികൾ വരുമ്പോൾ വചനത്തിലേക്ക് തിരിയുക. അപ്പോൾ വചനം നമുക്ക് സൊല്യൂഷൻ കാണിച്ചു തരികയാണ്. ഉദാഹരണത്തിന് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട് പലരും വന്നിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയാം. വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ടും കുട്ടികളില്ലാത്ത ഒരു ദമ്പതികൾക്ക് ഗുഡ് ന്യൂസായി, വൈഫ് ഗർഭിണിയായി. അങ്ങനെ ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു, ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു, നിങ്ങൾ ഒരു തീരുമാനമെടുക്കേണ്ട സമയമാണ്. ഇപ്പോൾ ഈ കുഞ്ഞ് ജനിച്ചെന്നാൽ ചില വൈകല്യങ്ങളുണ്ടായേക്കാം. അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കുക. ആറ്റുനോറ്റ് കാത്തിരുന്നിട്ട് ഏതാനും വർഷങ്ങൾക്ക് ശേഷം ദൈവം കൊടുത്തൊരു കുഞ്ഞാണ്. അതിന് വേണ്ട എന്ന് വെക്കണമോ അല്ലെങ്കിൽ വളർത്തണമോ അവർക്കൊരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ വീട്ടുകാരൻ എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു. അപ്പോൾ എന്താ ആവശ്യത്തിനാണ് പ്രാർത്ഥിക്കണമെന്ന് വെച്ചപ്പോൾ നിയോഗം പറഞ്ഞു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വചനം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. ആ വചനം ഇതാണ്, സങ്കീർത്തനം 127. ഞാൻ ബൈബിൾ എടുത്ത് തുടർന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇതൊന്ന് വായിക്കാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം സങ്കീർത്തനം 127 വായിച്ചിട്ട് സന്തോഷത്തോടെ പറഞ്ഞു, ഞാൻ തീരുമാനിച്ചു ഉദരഫലം ദൈവത്തിൻ്റെ ദാനമാണെങ്കിൽ അത് എത്ര അംഗവൈകല്യത്തോടു കൂടിയാണെങ്കിലും ദൈവം തന്ന ദാനത്തെ ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചു, തീരുമാനിച്ചു എന്ന് പറയും. എനിക്ക് എന്നെ വളരെ സ്പർശിച്ച ഒരു തീരുമാനമായിരുന്നത്. അത് എൻ്റെ എന്തെങ്കിലും കഴിവുണ്ടല്ല, ദൈവം കൊടുത്തൊരു ഉറപ്പാണ്. ആ അദ്ദേഹത്തെ എന്നിട്ട് ഗർഭാവസ്ഥ കണ്ടിന്യൂ ചെയ്തു. ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. ഡെലിവറിയൊക്കെ കഴിഞ്ഞു. കുറേ ദിവസം ആസ്പത്രി കിടക്കേണ്ടി വന്നു. നല്ല ആരോഗ്യമുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. ഡിസ്ചാർജ് ചെയ്യാനായിട്ട് ബില്ലടക്കാൻ കൗണ്ടറിൽ ചെന്നപ്പോൾ വലിയൊരു തുക ബില്ല് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. ഓടിച്ചെന്ന് അയൽവാസികളിലൊക്കെ കടം വാങ്ങിച്ച്, കാരണം ഒരു ചെറിയ വർക്ക്ഷോപ്പ് നടന്ന ആളാണ്. പൈസയും കൊണ്ട് കൗണ്ടറിൽ ചെന്നപ്പോൾ ഇന്ന് കൗണ്ടർ ക്ലോസായി, നാളെ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അടുത്ത ദിവസം ബില്ലടക്കാൻ ചെന്നപ്പോൾ ആ ബില്ല് നോക്കിയിട്ട്, ഡെലിവറി കേസിനാണോ? എന്നാൽ ഇന്നു മുതൽ ഡെലിവറി കേസിന് ഫീസൊന്നുമില്ല. രാജാവ് ഉത്തരവിട്ടിരിക്കുകയാണ്, ഡെലിവറി കേസിന് ഫീസൊന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പൈസയും ചിലവാക്കേണ്ടി വന്നില്ല. ആ രാജാവ് ഒരു നിയമം മാറ്റുകയാണ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ നിയമം വീണ്ടും പഴയ നിയമത്തിലേക്ക് കൊണ്ടുവന്നു. ഇതിലേക്ക് ഡെലിവറി കേസിനും ഫീസ് കൊടുക്കേണ്ടി വരും. ഞാൻ ഒരു വിശ്വാസി എന്ന നിലയിൽ ഞാനും ആ വ്യക്തിയും കുടുംബവും തിരിഞ്ഞു നോക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു ഇടപെടലായിട്ട് അനുഭവപ്പെടുകയാണ്. ഇപ്പോൾ ഒരു സത്യം എനിക്ക് ബോധ്യമായത്, നാം നേരിടുന്ന ഏതു പ്രശ്നത്തിനും ബൈബിളിലൂടെ പരിഹാരം കണ്ടെത്താൻ സഹായിക്കും.